സംസ്ഥാനത്ത് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുവാൻ കഴിയാതെ കോൺഗ്രസ്. മുതിർന്ന നേതാക്കളായ കെ സുധാകരൻ എംപിക്ക് പിന്നാലെ അടൂർ പ്രകാശ് എംപിയും നിയമസഭയിൽ സീറ്റ് വേണമെന്ന നിലപാടിലേക്ക് എത്തിയതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തകർ. വിവരങ്ങളുമായി ബിജു വൈശന്തർമ്മിൽ ചേരുന്നുണ്ട്. ബിജു, ഒടുവിൽ ഹൈക്കമാൻഡ് സുധാകരന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു. സുധാകരൻ തന്നെയാകും കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥി. എന്നാൽ സുധാകരന് സീറ്റ് നൽകിയാൽ തനിക്കും സീറ്റ് വേണമെന്ന ഉറച്ച നിലപാടിലേക്ക് വന്നിരിക്കുന്നു അടൂർ പ്രകാശും. എന്തുതന്നെയായാലും സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നതിൽ പ്രവർത്തകരും വളരെ ആശങ്കയിലാണ്. എന്താണ് ഈ ഒരു മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ, ബിജു? ശിവനെ, അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനുള്ളിൽ UDFിനുള്ളിൽ എന്ന് പറയാൻ കഴിയില്ല, കോൺഗ്രസിനുള്ളിൽ എന്ന് പറയുന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഘടകകക്ഷികളൊക്കെ സീറ്റുകൾ നിശ്ചയിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും കോൺഗ്രസിനുള്ളിലെ സ്ഥാനാർത്ഥി പട്ടിക, രണ്ടാം ഘട്ട പട്ടിക, അതൊരു വലിയ കീറാമുട്ടിയായി തന്നെ അവശേഷിക്കുകയാണ്. കണ്ണൂരിൽ ഇറങ്ങിയ സുധാകരനെ ഒതുക്കുവാൻ അവസാനം AK ആന്റണി, സർക്കാർ AK ആന്റണി തന്നെ വരേണ്ടി വന്നു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് AICCയെ AK ആന്റണി ടെലഫോണിൽ ബന്ധപ്പെടുന്നത്. അത് ഇന്ന് 12 മണിക്ക് സുധാകരൻ നിർണായകമായ ഒരു തീരുമാനം മാധ്യമങ്ങളെ കണ്ട് പറയുമെന്നറിഞ്ഞുകൊണ്ട് 11:10 പിന്നെ AK ആന്റണിയുടെ കോളേജിൽ സീറ്റ് കിട്ടുന്നത്. ആ ഒറ്റ കോട്ടോടുകൂടി കെ സുധാകരന് സീറ്റ് കൊടുക്കുവാൻ തന്നെ AICC തീരുമാനിച്ചു എന്ന വാർത്തയാണ് പുറത്തു വന്നത്. അതിനു മുൻപ് തന്നെ സുധാകരന് സീറ്റ് കിട്ടില്ല, MPമാർ മത്സരിക്കേണ്ടാവുന്ന നിലപാട് വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെ അടൂർ പ്രകാശ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിപ്പിട്ടു. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലെയും UDF സ്ഥാനാർത്ഥികളെ വിജയിക്കുവാൻ ഞാൻ മുന്നിലുണ്ടാവും, ഞാൻ മത്സര രംഗത്തേക്കില്ല എന്ന് അഡ്വാൻസായി പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി സുധാകരന് സീറ്റ് കൊടുക്കും എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതായി വാർത്ത വരുന്നു. അപ്പോൾ തന്നെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അടൂർ പ്രകാശ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നു. അതിനർത്ഥം തനിക്ക് മത്സരിക്കണം എന്നത് തന്നെയാണ്. അപ്പോൾ തന്നെ MPമാർ മത്സരിക്കട്ടെ എന്ന് പറയുമ്പോൾ സുധാകരനെയും അടൂർ പ്രകാശിനെയും ലക്ഷ്യമിട്ടാണ് ഇളവ് കൊടുക്കാൻ തീരുമാനിക്കുന്നത് എന്ന വാർത്ത വരുന്നു. ഇപ്പോൾ വരുന്ന വാർത്ത ഇവർക്ക് പിന്നാലെ കുടിക്കുന്ന സുദേശം മത്സരിക്കണം എന്ന ഒരു നിലപാടിലേക്ക് എത്തുന്നു എന്ന് അദ്ദേഹം അണികളുമായി പങ്കുവയ്ക്കുന്നു. തങ്ങളുടെ അഭിപ്രായം എന്ന രീതിയിലേക്കൊക്കെ വരുന്നതാണ്. ഇപ്പോഴും രണ്ടാം ഘട്ട ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുവാൻ AICCക്ക് കഴിയാതെ വന്നിരിക്കുന്നത്. ഇടുക്കിയിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇടുക്കിയിലും ഇത് തന്നെയാണ് അവസ്ഥ. OIK പൗലോസിന് സീറ്റ് കിട്ടി എന്ന് അനൗദ്യോഗികമായ കുറിപ്പുകളൊക്കെ ഇങ്ങനെ അറിയിപ്പുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് എങ്കിൽ തന്നെയും ഔദ്യോഗിക പ്രഖ്യാപനം രണ്ടാം ഘട്ട ലിസ്റ്റിൽ വരണം, അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. ഉടുമ്പൻചോലയിലും ഇതേ ടെസ്റ്റ് നിലനിൽക്കുകയാണ്. മിനി പ്രിൻസിന്റെ പേര് മാറി സേനാപതി വേണുവിന്റെ പേര് വരുന്നു. അവിടെ മിനി പ്രിൻസിന് AICCയിൽ നിന്നും തയ്യാറാകുവാനുള്ള അറിയിപ്പ് കിട്ടിയപ്പോഴാണ് മിനി പ്രിൻസ് പോസ്റ്റർ ഡിസൈൻ ചെയ്ത് അച്ചടിയിലേക്കൊക്കെ എത്താൻ. അച്ചടിക്ക് വേണ്ടി പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്തിരുന്നു. അത് സോഷ്യൽ മീഡിയ വഴിയൊക്കെ പ്രചരിപ്പിച്ചിരുന്നു. അത് AICCയിൽ നിന്നും ഒരു അനുകൂല നിലപാട് അറിയിച്ചതിനെ തുടർന്നാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഞാൻ 11 മണിക്ക് റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ സേനാപതി വേണുവിലേക്ക് വീണ്ടും അത് എത്തുന്നു. അവിടെ ടെസ്റ്റാണ് സംഭവിക്കുന്നത്. ഇതേ സമാനമാണ് കൊച്ചിയിലേക്ക് പോകുമ്പോഴുള്ളത്. കൊച്ചിയിൽ GT ലേഡി വർഗീസ് കണ്ടതാണ് ഇതിന്റെ പോസ്റ്റർ പ്രിന്റ് ചെയ്യുക തന്നെ ചെയ്തു. അത് പ്രസിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കൂടുന്നതൊക്കെ നമ്മളതിന്റെ ദൃശ്യങ്ങൾ കണ്ടു. അപ്പോഴാണ് അവരെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഇപ്പോൾ സീറ്റ് ഉറപ്പിച്ചു എന്ന് വരുന്നത്. അത് ഇന്ന് നമ്മൾ 12 മണിക്ക് അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ഇതാ വീണ്ടും ഒരു വാർത്ത വരുന്നു. GT ലേഡി വർഗീസിന്റെ പ്രതികരണമാണ് മാധ്യമങ്ങളിലൂടെ വരുന്നത്. GT ലേഡി പറയുന്നു, തനിക്ക് AICCയിൽ നിന്ന് ഉറപ്പ് നൽകി ഞാൻ ഇതാ നോമിനേഷൻ കൊടുക്കാനുള്ള, അതായത് നാമനിർദ്ദേശ പത്രിക വരെ പൂരിപ്പിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നു. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിന് ഈ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് കീറാമുട്ടി എന്ന് പറഞ്ഞാൽ പോരാ, അത്രമേൽ കഠിനമായ കീറാമുട്ടി തന്നെയായി മാറുന്ന ഒരവസ്ഥയാണ് ശിവനെ ഉള്ളത്. ഇടുക്കിയിലാണേലും ഇനി ഇപ്പൊ പീരുമേട്ടിലേക്ക് എത്തിയാലും ഇത് തന്നെയാണ്. നമുക്കറിയാം ജോസഫ് മാണിക്കിന്റെ സീറ്റ് പറ്റിയതും എൽദോസ് കുന്നപ്പള്ളിയുടെ സീറ്റ് പറ്റിയതും ഒക്കെ ഇങ്ങനെ ചില ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ചിലരെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ്, അവർക്ക് സീറ്റ് കൊടുക്കേണ്ടി വന്നതുകൊണ്ടാണ് ജോസഫ് മാണിക്കിനെ പോലെയും എൽദോസ് കുന്നപ്പള്ളിയെ പോലെ ഉള്ളവരൊക്കെ പിന്തുണയിൽ കോൺഗ്രസിന് വന്നത്. നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ UDFിന് അനുകൂലമായി കേരളത്തിൽ ഒരു തരംഗമുണ്ട്, LDF വിരുദ്ധതയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും സീറ്റ് നിർണ്ണയ ചർച്ചയിൽ വന്നപ്പോൾ ആ ഒരു അനുകൂല തരംഗത്തെ പറ്റി കോൺഗ്രസ് വീഴുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് അല്ലെങ്കിൽ ഒരു നേർക്കാഴ്ചയിലേക്കാണ് എല്ലാവരും പോകുന്നത്. പക്ഷെ ഇതിൽ നിന്ന് ഉയർത്തെഴുന്നൊക്കെ കോൺഗ്രസിന് കഴിയും. കാരണം കോൺഗ്രസിന്റെ ചരിത്രം എങ്ങനെയാണ്, സ്ഥാനാർത്ഥി നിർണ്ണയ സമയത്തൊക്കെ എന്നും ഇതുപോലെയുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നിട്ടുണ്ട്. ആ കടൽപ്പാതകളൊക്കെ താണ്ടി തന്നെയാണ് കോൺഗ്രസ് എക്കാലവും രൂപീകരണ കാലം മുതൽ ഇങ്ങോട്ട് ഇലക്ഷനുകളെ ഓരോ തെരഞ്ഞെടുപ്പുകളെയും
സമീപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസിന് വലിയൊരു കിറാമുട്ടിയാണ് എന്നൊന്നും പറയുന്നില്ല. എങ്കിൽ പോലും വലിയൊരു പ്രതിസന്ധി അനുകൂലമായിട്ടുള്ള ഘടകത്തിൽ സീനിയർ നേതാക്കൾ തന്നെയാണ് ഇറങ്ങുവാനായത്. പ്രത്യേകിച്ച് സുധാകരൻ പറഞ്ഞു വരുന്നത് സുധാകരൻ കടുത്ത തീരുമാനമെടുക്കും, സുധാകരൻ BJP-യിലേക്ക് പോകും. അതിനൊക്കെ വലിയ ചർച്ച വന്നപ്പോഴാണ് AK ആന്റണിയും ചെന്നിത്തല പല ദിവസങ്ങളിലായി ഇടപെടുന്നു. ഒപ്പം AK ആന്റണിയും കൂടി ബന്ധപ്പെട്ടപ്പോഴാണ് സുധാകരന്റെ തീരുമാനമായത്. സുധാകരൻ അനുവദിച്ചപ്പോഴാണ് ഇപ്പോൾ അടൂർ പ്രകാശ് വന്നിരിക്കുന്നു, കൊടിക്കുന്നിലേക്ക് വരാൻ പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് 12 മണിക്കുണ്ടെന്ന് പറഞ്ഞു. ആദ്യം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തപ്പോൾ 24 മണിക്കൂർ പട്ടിക എന്ന് പറയുന്നു. 24x3 അതിലേക്ക് വരുന്നു, 72 വരുന്നു. അങ്ങനെ വരുമ്പോൾ എന്നിട്ടും പട്ടിക പൂർണ്ണമായി ഇറക്കാൻ കോൺഗ്രസ് കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്നിരുന്നാൽ തന്നെ വലിയൊരു ടെസ്റ്റ്, പ്രത്യേകിച്ച് നമുക്ക് ഇടുക്കിയിൽ തന്നെ പറയാം, പീരുമേട്ടിലും ഇടുക്കിയിലും ഉടുമ്പൻചോലയിലും ടെസ്റ്റ് സംഭവിക്കുമോ എന്നാണ് അറിയേണ്ടത്. എന്നാലും ദേവികുളത്തെ സംബന്ധിച്ച തീരുമാനമായിരിക്കും S രാജാവിന്റെ ആകുന്നു. അപ്പോൾ ശരിയായിട്ടും വലിയ പ്രശ്നം തീരുമാനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇടുക്കിയുടെ കാര്യത്തിൽ ഇപ്പോഴും വെച്ചുകുരി ക്യാമ്പിൽ ഇന്ന് രാവിലെ വരേണ്ട ഒരു ആവേശം ഇല്ലെങ്കിൽ പോലും മറ്റു മേഖലകളിലൊക്കെ ടെസ്റ്റ് സംഭവിക്കുന്നുള്ളത് കൊണ്ട് വെച്ചുകുരി ക്യാമ്പിൽ പ്രതീക്ഷ തീരെ ഇല്ലാതായിട്ടില്ല. ഇപ്പോഴും അവർ പ്രതീക്ഷയിലാണ്. എന്നിരുന്നാൽ തന്നെയും റോയ്ക്ക പൗലോസിന് വേണ്ടി സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഉയർന്നു കഴിഞ്ഞു. ഉടുമ്പൻചോലയിൽ ശേലാന്തി വേണു പറയുന്നു AICC ഉറപ്പ് കിട്ടിയെന്ന്, മിനി പ്രിൻസും പറയുന്നു AICC ഉറപ്പ് കിട്ടിയെന്ന്. എല്ലാം മായം സർവത്രമായം എന്ന് പറയുന്നുള്ള തെറ്റായി മാറുകയാണ്. എന്നിരുന്നാൽ തന്നെയും ഈ വരുന്ന ഓരോ മിനിറ്റുകളും വലിയ പ്രാധാന്യത്തോടുകൂടി കടന്നു പോകുന്നു. ഏതാണ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സീറ്റ് വിഭജന ചർച്ച പൂർത്തീകരിക്കും എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ രണ്ടാം ഘട്ട പ്രസിദ്ധീകരിക്കും പ്രതീക്ഷിക്കാം. സുധാകരന്റെ പ്രശ്നം കഴിഞ്ഞപ്പോൾ അടൂരിന്റെ പ്രശ്നം വന്നതുകൊണ്ടാണ് വീണ്ടും വൈകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷിബിൻ.